ഹായ്, അങ്ങനെ ഒരു ക്രിസ്മസ് കൂടി കടന്നു പോവുകയാണ്. തെളിഞ്ഞ തിരിയും നിറഞ്ഞ വൈൻകുപ്പിയൊക്കെ ആയിട്ട്. നിങ്ങളും നന്നായിട്ട് ക്രിസ്മസ് ഘോഷിച്ച് കാണുമല്ലോ അല്ലേ? നമ്മൾ ഒരിക്കലും നന്നാവില്ല. എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവില്ലെന്ന് പറഞ്ഞു അല്ലേ? ക്രിസ്മസ് ഇങ്ങ് വന്നോ, അല്ലെങ്കിൽ ഈസ്റ്റർ ഇങ്ങ് വന്നോ, എൻ്റെ അപ്പോ എല്ലാം കൂടെ ഒന്നിച്ചുണ്ടാക്കി തിന്നാലേ നമുക്ക് സമാധാനമുള്ളൂ. എന്നാൽ നാളത്തേക്ക് ഒരെണ്ണം മാറ്റി വെച്ചേക്കില്ല. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് കണ്ടോ, അടക്കമില്ലാത്ത തത്തമ്മയെ പിടിച്ച് അടുപ്പിൽ തട്ടാൻ പറഞ്ഞതുപോലെ കൊണ്ടുവന്ന ഗിഫ്റ്റ് വേഗം തന്നെ അങ്ങ് പൊട്ടിച്ചു കൊടുത്തു ഇപ്പോൾ രണ്ട് പിള്ളേരും കൂടെ. പിന്നെ നമ്മുടെ കേക്കും വൈനും ഒക്കെ കുടിച്ച് നമുക്കൊന്ന് ഫിറ്റാകാന്നേ. എപ്പോഴാണല്ലോ നമ്മൾ വട്ടമേശ സമ്മേളനത്തിൽ ആരെയൊക്കെ ഏതൊക്കെ രാജ്യം ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. കപ്പ, മീൻ, ഇറച്ചി, അപ്പം, ചോറ് എല്ലാം കൂടെ ഉണ്ടല്ലേ നമുക്ക് സമാധാനമുള്ളൂ. അപ്പോഴേക്കും സീക്രട്ട് സാന്റ ഇങ്ങെത്തി. രാജ്യത്തിൻ്റെ സാമ്പത്തിക മാന്ദ്യം പ്രമാണിച്ച് ഞങ്ങൾ ഒരൊറ്റ സീക്രട്ട് സാന്റ കൊണ്ടങ്ങ് നിർത്തി. ഒരാൾക്ക് മേടിച്ചാൽ മതി, അപ്പോൾ എല്ലാവർക്കും കിട്ടുകയും ചെയ്യും. എല്ലാവർക്കും ഉണ്ടല്ലോ ഓരോ സീക്രട്ട് സാന്റ. ഒരു ബഡ്ജറ്റും വെച്ചു. അതൊരു അടിപൊളിയാണ് അല്ലേ? ഇതിനു മുമ്പ് നീസ് കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ അടക്കമില്ലാത്ത പിള്ളേരൊക്കെ കൂടെ നേരത്തെ പൊട്ടിച്ചു കഴിഞ്ഞു കേട്ടോ. ഇത് ഞങ്ങൾ പാത്ത് വെച്ചിരുന്നു. ഇത് കണ്ടോ, അണയ്ക്ക് 4 കിട്ടുന്നതാണേലും വേണ്ടില്ല, എനിക്ക് കുറേ ഗിഫ്റ്റ് വേണമെന്ന് പറഞ്ഞു ഉള്ള ബഡ്ജറ്റിൽ. ഇത് ക്വാളിറ്റി സാധനം വേണ്ടവർക്ക് ഒരെണ്ണമല്ലേ മേടിക്കാൻ പറ്റുള്ളൂ, അതിനുള്ള സാമ്പത്തികം ഉണ്ടായിരുന്നുള്ളൂ. ഇതുകൊണ്ടോ വലിയ ബാഗിൽ കൊണ്ടുവന്നതാണ്. പക്ഷേ അതിൻ്റെ കെട്ടഴിക്കാൻ പോലും അറിയത്തില്ല. എന്താണെന്നോ, ഈ നമ്മുടെ നൂലപ്പം അല്ല കേട്ടോ, ഇടിയപ്പത്തിൻ്റെ കെട്ടഴിക്കാൻ പണ്ട് പാടുപെട്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ ഹോട്ടലിലിരുന്ന്. കണ്ടോ, കണ്ട അതിൻ്റെ ബ്രാൻഡ് വിലയെല്ലാം വന്ന് നോക്കുന്നത്. കൊടുത്ത ബഡ്ജറ്റേക്കാളും കൂടുതലുണ്ടോയെന്നാണ്. നാണമില്ല പിന്നെ എന്ത് ചെയ്യും. ഇതാണ് മിടുക്കിയായ ഭാര്യ എന്ന് കേട്ടിട്ടുണ്ട്. സാമർത്ഥ്യക്കാരി എന്ന് പറഞ്ഞാൽ സാമർത്ഥ്യക്കാരി. കോസ്റ്റയുടെ കാർഡ് അങ്ങോട്ട് കൊടുത്തു. പോകുന്ന വഴിക്ക് എല്ലാവർക്കും കൂടെ കാപ്പി കുടിച്ച് തീർക്കാമല്ലോ. എങ്ങനെയുണ്ട് എൻ്റെ പൊന്നെ, തല വെയിൽ കൊള്ളിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. ഇത് കണ്ടോ എനിക്ക് കിട്ടിയത്, ആഹാ അടിപൊളി. സ്പ്രേയും, കുളിച്ചില്ലെങ്കിൽ സ്പ്രേ അടിക്കാമല്ലോ അല്ലേ? പിന്നെ കോട്ടും. എന്നാൽ ഒന്ന് മോഡലിംഗ് ആയേക്കാം. എനിക്കിഷ്ടപ്പെട്ടോ, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് പറഞ്ഞേക്കണേ. ഇത് കണ്ടോ, വണ്ടിക്കൂലി മുടക്കി വന്നതാണെങ്കിലും വേണ്ടില്ല, എല്ലാത്തിനും മോഡലിംഗ് ചെയ്യണം. എൻ്റെ അപ്പോൾ ഈ പുള്ളി കൊണ്ടുവരുത്തു. പിള്ളേരുടെ ഗിഫ്റ്റ് എല്ലാം പെറുക്കണമെങ്കിൽ CIT-കാരെ വിളിക്കണം, അവരെ നമുക്ക് പറ്റിക്കാമല്ലോ. അടുത്ത വർഷം നമുക്ക് ഇതിൽ കൂടുതൽ കിട്ടണേ. നിങ്ങൾക്കൊക്കെ ഓരോ ചെറിയ ഗിഫ്റ്റ് കിട്ടിയില്ലേ?